ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന ആ വാർത്തകൾ, കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നമ്മൾ വാക്കുകളില്ലാത്തവരാണ്. ഇതുവരെ കാണാത്ത ആ മനുഷ്യരുടെ വേദന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ തൊണ്ടയിൽ ഒരു തേങ്ങൽ തടയുന്നെങ്കിൽ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നൊരു പ്രിയപ്പെട്ട പുത്രനെ ആറടി താഴ്ചയിലേക്ക് എടുത്തു വെച്ച് 3 കൈക്കുമ്പോൾ മണ്ണ് വാരിയിടുമ്പോൾ പ്രിയപ്പെട്ടവർക്കുള്ള ഹൃദയവേദന എത്രമാത്രമാകും. ചുങ്കം ടൗൺ പള്ളിയിൽ സ്വന്തം മകന്റെ മയ്യത്ത് നിസ്കാരം പൂർത്തിയാക്കിയ പിതാവ് കുഴഞ്ഞു വീണതാണ്. കൂടെ പഠിച്ച കൂട്ടുകാരുടെ കരച്ചിൽ രണ്ടാമതൊന്നുകൂടി കാണാൻ കഴിയുമോ? മോഡൽ എക്സാമിന് മികച്ച വിജയത്തോടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെ പോകേണ്ടിയിരുന്ന കുഞ്ഞാണ്. അധ്യാപകർക്കും നാട്ടുകാർക്കും ഒക്കെ മറുത്തൊരു വാക്ക് പറയാനില്ലാത്തവണ്ണം പ്രിയപ്പെട്ടവനാണ്. അക്കാലം അത്രയും പ്രവാസിയായി കഷ്ടപ്പെട്ട് നാട്ടിലെത്തി കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന പിതാവിന് കുഞ്ഞനിയന്മാർക്ക് തണലാവേണ്ട ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തലയോട്ടി തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞത്. കുട്ടിക്കളി എന്ന് പറയരുത്, പ്ലാൻഡ് മർഡറാണ്. എടാ ഫഹദെ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അവന്റെ കണ്ണൊന്ന് പോയി നോക്ക് നീ, അവന് കണ്ണൊന്നുമില്ല. അടിച്ചു കൊന്നതിന് ശേഷം കുട്ടിക്കുറ്റവാളി സംഘത്തിൽ ഒരുത്തൻ ആ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശമാണ്. നേരത്തെ നമ്മൾ കണ്ടു. കക്കൂസിൽ മുഖം പൂഴ്ത്തിയൊരു റാഗിങ്ങും തുടർന്നുള്ള 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയും ആ മരണത്തെ കളിയാക്കി സ്കൂൾ വിദ്യാർത്ഥികളിട്ട സന്ദേശങ്ങളും വംശീയ വാക്കുകളും കോമാളി സ്മൈലികളും. ഇവിടെ ട്യൂഷൻ സെന്റർ ഫെയർവെൽ പരിപാടിയിൽ ഉണ്ടായ ഒരു കശപിശയ്ക്ക് പിന്നാലെ പക തീർക്കാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ്. നെഞ്ചക്കടക്കം മാരകായുധങ്ങൾ. കൊല്ലുമെന്ന് പറയുകയും കൊല്ലുകയും അത് ഗ്രൂപ്പിൽ സ്ഥിരീകരിക്കലാണ്. എംപതി എന്നൊരു വാക്കു കേൾക്കാത്ത കണ്ണിൽ ചോരയില്ലാത്തവരാണ്. കുട്ടികളല്ല, കുറ്റവാളി കൂട്ടമാണ്. അടിച്ചു കൊന്നാലും ഈ നിയമം ഒരു പുല്ലും ചെയ്യില്ല എന്ന കോൺഫിഡൻസ് ആണ് ആ കേട്ട വാക്കുകൾ. ഈ കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്ന മനുഷ്യച്ചോരയുടെ തീവ്ര ഗന്ധം, കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ, കഴുത്തറക്കലുകൾ, മലവെള്ളം പോലെ കുത്തിയൊലിക്കുന്ന മാരക സിന്തറ്റിക് ലഹരികൾ. ഈ വർഷം 2 മാസം മാത്രം പൂർത്തിയാകുമ്പോൾ നമ്മൾ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമുണ്ടോ? ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്നാർക്കെങ്കിലും അറിയുമോ? ചട്ടപ്പടി നടപടികളല്ലാതെ ഈ മുടിഞ്ഞ കാലത്തെ നേരിടാൻ ഭരണ നേതൃത്വത്തിന് ഒരു സീരിയസ് പ്ലാൻ ഉണ്ടോ? ആവർത്തിക്കുന്ന കെട്ടവാർത്തകളിൽ ഭാവിയെക്കുറിച്ച് ഓർത്താൽ പേടിയാണ്, നിരാശയാണ്. ആഴത്തിൽ തിരുത്തില്ലെങ്കിൽ സങ്കടത്തോടെ പറയേണ്ടി വരും, ഈ നാട് അനാഥമാണ്.